നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ പൂക്കൾ നിങ്ങളുടെ വീട്ടിലും ആവണ്ടേ? അതോ നമ്മളൊക്കെ ഇങ്ങനെ ഈ ഓരോ ചാനലിലും ഇങ്ങനെ ഇതുപോലെ പൂക്കൾ കാണിക്കുമ്പോൾ അത് കണ്ടിരുന്നാൽ മാത്രം മതിയോ? പോരല്ലോ. എല്ലാവരുടെയും വീട്ടിലും നമുക്കൊരു രണ്ടോ മൂന്നോ ഓർക്കിഡിന്റെ ഫ്ലവറെങ്കിലും വേണം. അതിനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർസികളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഇന്ന് നമ്മൾ ഓർക്കിഡ് സീഡ്ലിങ്സിന്റെ റയർ കളക്ഷന്റെ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓർക്കിഡിന്റെ സെയിൽ ചെയ്യും, വീഡിയോ ഇടും, നിങ്ങൾ കുറെ പേര് വാങ്ങിക്കും. അത് സ്വാഭാവികമായിട്ട് നമ്മൾ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ശരിയല്ലേ? അപ്പൊ ഇന്ന് ഞാൻ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ തരാമെന്ന് വിചാരിച്ചു. വലിയ ഓഫർ ഒന്നുമല്ല കേട്ടോ. വലിയ ഓഫർ എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര വലിയ ഓഫറാണ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയൊരു ഓഫർ. അതായത് നിങ്ങൾ 10 അതിന് മുകളിലോ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊറിയർ ചാർജ് തരണ്ട. പ്ലാന്റിന്റെ വില മാത്രം തന്നാൽ മതി. നമ്മുടെ പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് 130 രൂപയാണ്. സീലിങ്സ് ആണ്, റെയർ വെറൈറ്റി ആണ്. ചില പ്ലാന്റുകൾ തീരെ ചെറുതായിരിക്കും. അതിനാരും പ്ലാന്റ് കൈ കിട്ടുമ്പോൾ എന്നെ ചീത്ത പറയരുത്. നമ്മളെല്ലാം ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഇവിടെ നിറച്ച സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്, ഓരോ ചട്ടിയിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാന്റിന്റെ സൈസ് കാണിക്കാൻ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നല്ല വലിയ പ്ലാന്റുകളാണ്, ചിലത് അതിന്റെ ഫ്ലവറിനെ ബേസ് ചെയ്ത് വളരെയും ചെറിയ പ്ലാന്റ് ആയിരിക്കും. അത് ചെറിയ പ്ലാന്റ് ആക്കി തരുന്നതല്ല, ചെറിയ പ്ലാന്റ് സെലക്ട് ചെയ്ത് തരുന്നതുമല്ല. ചിലതൊക്കെ ഇത്രയും വലിയ പ്ലാന്റുകളായിരിക്കും. കണ്ടോ സൈസ്? ചിലത് ചെറിയ പ്ലാന്റ് ആയിരിക്കും. ഈ സൈസ് കണ്ടോ? അങ്ങനത്തെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ പ്ലാന്റുകൾ. മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫ്ലവറിനെ ബേസ് ചെയ്താണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത്. പ്ലാന്റിൽ നിന്നും ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എല്ലാം വരുന്നത്. അത് നിങ്ങൾക്കറിയാലോ, വാങ്ങിച്ചിരിക്കുന്നവർക്കറിയാം. അത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മൾ ആർ സി ഗാർഡനിൽ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ ഓഫറൊന്നും പറയാറില്ല നിങ്ങളോട്. നിങ്ങൾ പർച്ചേസ് ചെയ്യും, ഞാൻ പ്ലാന്റ് അയച്ചു തരും. അങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നത്. പക്ഷേ അപ്പൊ ഞാൻ ഓർത്തു, ഇപ്പം മഴക്കാലമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഓഫർ തരണ്ടേ. പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വെറൈറ്റി പ്ലാന്റുകളാണ്. വെറൈറ്റി പ്ലാന്റ് മീൻസ് വെറൈറ്റി കളേഴ്സ്. കൂടുതലും നമുക്ക് ട്വിസ്റ്റഡ് വെറൈറ്റി ആണ്. ഇപ്രാവശ്യത്തെ കളക്ഷനിലുള്ളത് ട്വിസ്റ്റഡ് ആണ്. ട്വിസ്റ്റഡ് ഒന്നും അധികം ആർക്കും കാണുകയില്ലല്ലോ. ട്വിസ്റ്റഡ് ഒക്കെ ചിലത് നല്ല വിലയും ഉള്ള പ്ലാന്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മൾ ട്വിസ്റ്റഡ് ആണെങ്കിലും നമ്മുടെ എപ്പോഴത്തെയും റേറ്റ് പോലെ തന്നെയുള്ള റേറ്റുകളാണ് നമ്മൾ ഇപ്രാവശ്യവും പറയുന്നത്. കൂടുതലൊന്നും റേറ്റ് ആരുടെ കയ്യിൽ നിന്നും മേടിക്കുന്നില്ല. ഇതൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ്. ഈ ട്വിസ്റ്റഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഇതാണ് ട്വിസ്റ്റഡ് വെറൈറ്റി. എല്ലാവർക്കും അല്ല, വളർത്തുന്ന കുറച്ചു പേർക്കറിയാം. നിങ്ങളുടെ കളക്ഷൻ കാണും. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് പൂക്കൾ കാണാൻ. ഇങ്ങനെ പിരിപിരിപിരാന്ന് കിടക്കും. ചിലതിനകത്ത് നല്ല ട്വിസ്റ്റഡ് ആയിരിക്കും, ചിലത് സെമി ട്വിസ്റ്റഡ് ആയിരിക്കും. ഇതുപോലെ അതിന്റെ പല കളർ കോമ്പിനേഷനും ഉണ്ട്. ഇപ്പൊ ട്വിസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അടീനിയത്തിന്റെ സെയിൽ ചെയ്തപ്പോഴത്തേന് ഒരാൾക്ക് ഞാൻ പ്ലാന്റ് അയച്ചു കൊടുത്തു. അറിയാമല്ലോ, നല്ല മഴയായിരുന്നു. ഇപ്പോഴും കുറച്ച് പേർക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ട്. നമ്മുടെ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം, സ്ഥിരം നമുക്ക് പ്ലാന്റ് തരാതിരിക്കൽ ആർ സി ഗാർഡനിൽ പറ്റിയില്ലെന്നറിയാം. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. അത് വളരെ വിഷമകരമായ ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരാൾക്ക് പ്ലാന്റ് അയച്ചു കൊടുത്തു. പാക്ക് ചെയ്യുന്ന സമയത്ത് പാക്ക് ചെയ്തിട്ട് ആർക്കും കൊടുക്കാത്ത രീതിയിലാണ്. പുള്ളിക്കാരിക്ക് ഒരു പേടിയായിരുന്നു, പ്ലാന്റ് കിട്ടുമോ കളിപ്പീരാണോന്ന്. ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മുടെ ഒത്തിരി കളിപ്പീരുണ്ട്. പ്ലാന്റിന് കാശ് അയച്ചു കൊടുത്താൽ പ്ലാന്റും ഇല്ല, ആളും ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഞാൻ ആ പതിവില്ലാതെ അവർക്കൊരു ഇത്ര വിശ്വാസം വരട്ടെന്ന് ഓർത്ത് ഞാൻ പ്ലാന്റ് പാക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഫോട്ടോ ഇട്ട് കൊടുത്തു, അയച്ചിട്ട് ഈ മഴയൊക്കെ ആയിക്കണ്ട് കൊറിയറിൽ എന്തോ ഡിലേ വന്നു. അവരോട് ഞാൻ പറഞ്ഞു അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ വിശ്വസിക്കില്ല. ഉടായിപ്പാണ്, ഈ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുവാണ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, എന്റെ ക്രാഷ് പോയെന്നും പറഞ്ഞ് എന്നെ ഊടുപാട് ചീത്ത പറഞ്ഞു. പിന്നെ ആള് ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കാതെയായി. എന്ന് വെച്ചാൽ അത് ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരാളോട് പിന്നെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് അവർ പറയുന്ന ചീത്തകളൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ.
പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്ക് പ്ലാന്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി വിളിച്ച് സോറിയൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആന്റി തന്നെ തന്നു, ഞാൻ ഇത് എന്തായാലും ഞാൻ നമ്മുടെ ചാനലിൽ പറയുമെന്ന് പറഞ്ഞു. ആളുടെ പേരൊന്നും പറയുന്നില്ല, അത് മോശമല്ലേ? പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരിക്കലും നമ്മൾ നിങ്ങളെ പറ്റിക്കില്ല. നിങ്ങൾക്ക് പ്ലാന്റ് തന്നു കഴിഞ്ഞാൽ, ക്യാഷ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ അടിയനത്തിന്റെ കേസ് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, അത് കുറച്ച് പേർ കൂടി ഇനി അയക്കാനുണ്ട്. ഈ മഴയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടമഴ, വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് മഴ വരുന്നത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ പ്ലാന്റ് അയച്ചു കൊടുക്കാനാണ്? ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി. അതൊന്ന് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലാന്റ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കും നിങ്ങൾ ധൈര്യപൂർവ്വം വാങ്ങിച്ചോ, ഒരു കാരണവശാലും നിങ്ങളുടെ ക്യാഷ് പോവില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ഓഫർ അറിയാലോ. ഒരു പ്ലാന്റിന് 130 രൂപയാണ്, 130. 10 പ്ലാന്റ് എടുക്കുവാണെങ്കിൽ കൊറിയർ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ 10 പ്ലാന്റിന്റെ പേയ്മെന്റ് മാത്രം ചെയ്താൽ മതി, പ്ലാന്റ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ ഓഫർ കൊള്ളാമോ? കൊള്ളാമെങ്കിൽ എല്ലാവരും ആവേശത്തോടെ പ്ലാന്റ് വാങ്ങിച്ചോ. സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ. ആദ്യം പറയുന്നവർക്കായിരിക്കും ആദ്യം അയച്ചു തരുന്നത്. അതുപോലെ ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി. അതായത് നമ്മുടെ ടെറേറ്റി വാൻഡ, ഇത് വാൻഡയാണ്, അധികം വെയിൽ വേണ്ടാത്ത പ്ലാന്റ് ആണ്. ഇതിന്റെ തന്നെ മൊക്കാറ പോലെ വെയിലത്ത് വെക്കാൻ പറ്റുന്ന ടെറേറ്റി വാൻഡയും നമ്മുടെ കയ്യിലുണ്ട്. അത് ഒരു പ്ലാന്റിന് 600 രൂപയാണ് വില. അതിന്റെയും കുറച്ച് ഫ്ലവർ പിക്ക്, ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന്റെയും കുറച്ച് ഫ്ലവർ പിക്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക. ടെറേറ്റി വാൻഡ വേണ്ടവർ അത് പറയുക, ഡെൻഡ്രോബിയം വേണ്ടവർ അത് പറയുക. ഡെൻഡ്രോബിയത്തിന്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് 130 രൂപ. 10 എണ്ണം എടുത്താൽ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും. ടെറേറ്റി വാൻഡയ്ക്ക് വരുന്നത് ഒരു പ്ലാന്റിന് 600 രൂപയാണ്. മെച്ചോർ പ്ലാന്റ് ആണ്, ടെറേറ്റി വാൻഡ, ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പ്രൈസ് മാറിപ്പോവില്ലേ. ഡെൻഡ്രോബിയത്തിന്റെയാണ് ഓഫർ ഞാൻ പറഞ്ഞിരിക്കുന്നത്. 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും. ടെറേറ്റി വാൻഡയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് 600 രൂപയാണ്. ഡെൻഡ്രോബിയത്തിന്റെയും ടെറേറ്റി വാൻഡയുടെയും കുറച്ച് ഫ്ലവർ പിക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ വേണ്ടവർ നമ്മുടെ വാട്സാപ്പിൽ വരിക, വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീണ്ടും അതിന്റെ ഫ്ലവർ പിക്കുകൾ എല്ലാത്തിന്റെയും തന്നെ ഇട്ട് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടെ നമുക്കെല്ലാം കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.